നമസ്കാരം. കേരളത്തിൽ പ്രവർത്തന രീതിയിൽ അടിമുടി മാറ്റം വരുത്തിയിരിക്കുകയാണ് നിലവിൽ BJP. ഇപ്പോൾ താഴെ തട്ട് മുതൽ കൃത്യമായ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ടാർഗറ്റ് നൽകിയുള്ള പ്രവർത്തന രീതിയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടപ്പാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുകയുമാണ് BJP പുതിയ പ്രവർത്തന രീതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ അടിമുടി മാറ്റമാണ് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിക്കുന്നത്. ജില്ലാതലത്തിൽ വികസിത കേരള കൺവെൻഷനുകൾ വിളിച്ചു ചേർത്താണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 10,000 വാർഡുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പദ്ധതി. ഇതിനായി വിശദമായ പ്രവർത്തന പദ്ധതിയും അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. വികസിത കേരള കൺവെൻഷനിൽ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് പങ്കെടുത്താണ് 10,000 വാർഡുകളിൽ പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള തന്ത്രം എങ്ങനെയെന്നത് വിശദീകരിക്കുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷനും ലഘു വീഡിയോകളുമൊക്കെ ഉൾപ്പെടുത്തിയാണ് അവതരണം. LDF, UDF മുന്നണികളെ കുറ്റം പറയുന്ന നെഗറ്റീവ് രാഷ്ട്രീയത്തിന് പകരം വികസനത്തിന്റെ പോസിറ്റീവ് രാഷ്ട്രീയം പറയണമെന്നാണ് കീഴ്ഘടകങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 21,865 തദ്ദേശ വാർഡുകളിൽ കഴിഞ്ഞ തവണ 1,600 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. തിങ്കളാഴ്ച തൃശ്ശൂരിൽ നടന്ന ആദ്യ യോഗത്തിൽ MG രമേശ്, S സുരേഷ് എന്നിവരാണ് 150 ദിവസത്തെ പ്രവർത്തന പദ്ധതികൾ വിശദീകരിച്ചത്. പഞ്ചായത്ത് ഭാരവാഹികൾ മുതൽ മുകളിലേക്കുള്ളവർ പങ്കെടുക്കുന്ന യോഗങ്ങളിലെ ഉച്ചാഭീഷണി ശബ്ദം ഹാളിന് പുറത്ത് കേൾക്കരുതെന്നും വ്യക്തമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിശോധന, BLAമാരെ തീരുമാനിക്കൽ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, വികസിത വാർഡ് പ്രചാരണം, ഫണ്ട് ശേഖരണം, പദയാത്ര എന്നിങ്ങനെ തീയതി നിശ്ചയിച്ചാണ് ടാർഗറ്റ് അവതരിപ്പിക്കുന്നത്. മോദി സർക്കാരിന്റെ ക്ഷേമ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ജൂലൈയിൽ വാർഡ് തലത്തിൽ സർവേ നടത്തും. ഇതിനാവശ്യമായ ചോദ്യാവലി ഉൾപ്പെടുത്തി മൊബൈൽ ആപ്പ് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കി നൽകും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ മാതൃകയിലാണ് 150 ദിവസ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ പ്രവർത്തനവും നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തിയെന്ന റിപ്പോർട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന പ്രസിഡന്റിന് നൽകണം. വാർഡ് തലത്തിൽ ഇൻചാർജ്, ഡെപ്യൂട്ടി ഇൻചാർജ്, മുൻ വികസന കേരള വോളണ്ടിയർമാർ എന്നിവരെ നിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരിൽ ഒരാൾ സ്ത്രീയും ഒരാൾ പട്ടികജാതി വിഭാഗക്കാരനുമായിരിക്കണം. കേരളത്തിലെ പാർട്ടി അധ്യക്ഷനായി നിയോഗിക്കും മുമ്പ് രാജീവ് ചന്ദ്രശേഖറിന് മിഷൻ 2026 എന്ന പേരിൽ കേന്ദ്ര നേതൃത്വം ഒരു ടാർഗറ്റ് നൽകിയിരുന്നു. ഇതിന് മിഷൻ 2025 എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി രാജീവ് താഴേക്ക് നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 10,000 സീറ്റുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നേടുകയും അതുവഴി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് BJPയും രാജീവ് ചന്ദ്രശേഖരും ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. EduBix ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.